ജാൻമണിയുടെ പരാമർശത്തിന്റെ പിന്നിലുള്ളത് എന്താണെന്നുള്ളത് സ്വാഭാവികമായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കേണ്ടതാണ്. കാരണം ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരാവശ്യവുമില്ലാത്തൊരു പരാമർശം? രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ, അദ്ദേഹത്തിന്റെ അമ്മയെ, അതിനോടൊപ്പം സ്ത്രീത്വത്തെ, ഇതൊക്കെ അപമാനിക്കപ്പെടുമ്പോൾ അത് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒരു വനിത അവർ പ്രസിഡന്റായി വന്ന ദിവസം മുതൽ വേട്ടയാടപ്പെടുന്നു എന്ന് അവർ പറയുന്നു, ഞങ്ങൾ പറയുന്നു. അവരുടെ ഇഷ്യൂ കേൾക്കാനോ തയ്യാറാവണമെന്ന് ഒരു വാക്ക്, ഒരു വരി പ്രസ്താവനയിൽ പറയാത്ത ആളുകളാണ് നരേന്ദ്രമോദിയെ ചട്ടം പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. മോദിയുടെ അച്ഛനെ വിളിച്ചാൽ അല്ലെങ്കിൽ മോദിജിയുടെ കുടുംബത്തെ പറഞ്ഞാൽ അതൊക്കെ ഒരു സൗഭാഗ്യമാണ്, അതൊക്കെ ഞങ്ങളുടെ അവകാശമാണ് എന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീറ്റ് വിഷയം നടക്കുന്ന 20 ദിവസം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വം വഹിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഇവിടെ ആയിരുന്നു. അല്ല, അതിനകത്ത് താങ്കൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പൊതുസ്വത്താണ്. എൻ്റെയും നിങ്ങളുടെയും പ്രധാനമന്ത്രി. നിങ്ങൾക്ക് വേറെ രാഷ്ട്രീയം ഉണ്ടെങ്കിലും നിങ്ങളുടെ കൂടി പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി. കോൺഗ്രസ്സുകാർ പോലും പറയാൻ അറച്ചു നിന്ന സമയത്ത് ആദ്യമായി പ്രതികരണം നടത്തിയ ആളാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി. നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും മോശമായ രീതിയിലുള്ള പരാമർശം നടത്തിയ വ്യക്തിയാണ് ജാൻമണി. ജാൻമണിക്കെതിരെ കേരളത്തിൽ ആദ്യമായി ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് ജാൻമണിക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്ത BJPയുടെ യുവമോർച്ചയുടെ മീഡിയ കൺവീനറായിട്ടുള്ള നന്ദു നമ്മളോട് ചേരുന്നുണ്ട്. നന്ദുജി, നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ജാൻമണിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ആ നിമിഷം തന്നെ ഈ ഒരു വിഷയത്തിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയുണ്ടായി, കേസും കൊടുത്തിട്ടുണ്ടായി. എന്താണ് ഈ ജാൻമണിയുടെ ഇങ്ങനെയുള്ള ഈ പരാമർശത്തിന്റെ പിന്നിലുള്ളത്? ജാൻമണിയുടെ പരാമർശത്തിന്റെ പിന്നിലുള്ളത് എന്താണെന്നുള്ളത് സ്വാഭാവികമായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കേണ്ടതാണ്. കാരണം ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരാവശ്യവുമില്ലാത്തൊരു പരാമർശം ഇപ്പോൾ നടത്താനുണ്ടായ സാഹചര്യം എന്താണ്? അത് ഒരു ടെൻഷൻ സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്ത് അതിനകത്തൂടെ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ടോ? അതിൽ സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും ലാഭം കൊണ്ടാണോ ഇത് പറഞ്ഞത്? അതിനും അപ്പുറത്ത് ഇത്തരത്തിലൊരു ഹൈറ്റ് ക്യാമ്പയിൻ തുടങ്ങി വെക്കാൻ വേണ്ടിയിട്ട് അവരുദ്ദേശിച്ചിട്ടാണോ ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അവരിറങ്ങിയെന്നുള്ള ഒട്ടേറെ ചോദ്യങ്ങളുണ്ട് മനസ്സിൽ. ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പും അതിൻ്റെ പോലീസ് സംവിധാനങ്ങളുമാണ്. സ്വാഭാവികവും ഒരു നിയമപരമായി ജനാധിപത്യപരമായി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ ഒരു പൗരൻ എങ്ങനെയാണോ പെരുമാറേണ്ടത്, ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരൻ എങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നുള്ള നിലയിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ, അദ്ദേഹത്തിൻ്റെ അമ്മയെ, അതിനോടൊപ്പം സ്ത്രീത്വത്തെ, ഇതൊക്കെ അപമാനിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി ഒരു ഇന്ത്യൻ പൗരൻ ചെയ്യേണ്ട നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യം ഞാൻ ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ചെയ്തത് കേവലമായ ഒരു രാഷ്ട്രീയം എന്നുള്ള നിലയിൽ മാത്രമല്ല, അതിനപ്പുറത്ത് അതിനൊട്ടേറെ മാനങ്ങളുണ്ട്. ഈ പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് അവർ ഇപ്പോൾ ഈ വിഷയം പറയുമ്പോൾ അവർ ഒരമ്മയുടെ മാതൃത്വത്തെ പരിഹസിക്കുകയാണ്. ഒരു മകന്, ആ മരണപ്പെട്ടു പോയ അമ്മ എന്നുള്ളത് ഒരു മകൻ എത്രത്തോളം വലുതായിരിക്കും, എത്രത്തോളം മാനസികമായി അദ്ദേഹത്തിന് ഹർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് പറയുന്നത് എന്നുള്ള ഉറച്ച ബോധ്യമുണ്ടായിട്ടും അത് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വരേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് ബോധ്യമുണ്ടായത് കൊണ്ടാണ് ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത്. ജാൻമണി നമ്മുടെ രജനി ഹരിദാസിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. രഞ്ജിനി ഹരിദാസും CJP നടത്തിയ സമരത്തിൽ ഇടപെടുകയും വളരെ ഇതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും ഭരിക്കുന്ന എല്ലാവർക്കെതിരെയും ലോകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഇത്രയും കാലഘട്ടത്തിൽ അവിടെ ഒട്ടനവധി സമരങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ സമരത്തെ മാത്രം അതിനൊരു ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അവർ നടത്തുകയുണ്ടായി. ജാൻമണിയും ഇവരുടെ രജനി ഹരിദാസിന്റെ പാത പിന്തുടർന്നുകൊണ്ട് വരികയാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ഈ സമരത്തെ എങ്ങനെ കാണുന്നു? അല്ല, ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ കേരളത്തിലെ ചില സെലിബ്രിറ്റികൾ വളരെ സ്പെസിഫൈഡ് ചെയ്ത ചില വിഷയങ്ങൾക്ക് വളരെ അവർക്ക് ആവശ്യമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന ശൈലി അവർ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, മലയാള സിനിമാ രംഗത്ത് ഒട്ടേറെ പ്രതിസന്ധികൾ നിലനിൽക്കുന്നു. ഈ സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരാളുടെ പോലും ഒരു പ്രതികരണം താങ്കൾക്കോ എനിക്കോ കിട്ടിയിട്ടില്ല. ഒരു വനിത അവർ പ്രസിഡന്റായി വന്ന ദിവസം മുതൽ വേട്ടയാടപ്പെടുന്നു എന്ന് അവർ പറയുന്നു, ഞങ്ങൾ പറയുന്നില്ല, അവർ പറയുന്നു. അവർ പറയുമ്പോൾ അവർക്ക് പിന്തുണ കൊടുക്കാനോ ആ വേട്ടയാടൽ എന്താണ് എന്ന് മനസ്സിലാക്കാനോ അവർക്ക് എന്താണോ ഇഷ്യൂ, അവരുടെ ഇഷ്യൂ കേൾക്കാനോ തയ്യാറാവണമെന്ന് ഒരു വാക്ക്, ഒരു വരി പ്രസ്താവനയിൽ പറയാത്ത ആളുകളാണ് നരേന്ദ്രമോദിയെ ചട്ടം പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അത് അവരുടെ ജനാധിപത്യ ബോധമാണ്, അവരുടെ ജനാധിപത്യപരമായിട്ടുള്ള നിലപാടാണ്. ഞാൻ ഒരാളുടെയും സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നു കയറുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ഞങ്ങൾ അനുവദിച്ചു നിങ്ങൾക്ക് ഈ രാജ്യത്ത് ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്ന സ്വാതന്ത്ര്യം പോലെ തന്നെ ഞങ്ങൾക്കും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യങ്ങളുണ്ട്.
ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ ബഹുമാനിക്കാൻ, ഞങ്ങളുടെ അമ്മയെ സ്നേഹിക്കാൻ, ഞങ്ങളുടെ അമ്മയെ താലോലിക്കാൻ ഒക്കെയുള്ള അധികാരവും അവകാശവും ഞങ്ങൾക്കുണ്ട്. അപ്പം ഞങ്ങളുടെ അമ്മയെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ മോദിയുടെ അച്ഛനെ വിളിച്ചാൽ, അല്ലെങ്കിൽ മോദിജിയുടെ കുടുംബത്തെ പറഞ്ഞാൽ അതൊക്കെ ഒരു സൗഭാഗ്യമാണ്, അതൊക്കെ ഞങ്ങളുടെ അവകാശമാണ് എന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല എന്നവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇത്തരം ചില വഴികൾ അത്യാവശ്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വിഷയങ്ങളിൽ മാത്രം കണ്ണുടക്കുന്ന ഇവിടുത്തെ കേരളത്തിലെ സെലിബ്രിറ്റികൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിനകത്തും യുവാക്കൾ സമരം ചെയ്യുന്നുണ്ട്. കേരളത്തിലെ യുവജനത കഴിഞ്ഞ 10 വർഷമായി തെരുവിൽ നിൽക്കുകയാണ്. അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന, അവർക്ക് ജോലി ചെയ്യാൻ അവസരം കിട്ടുന്ന ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടുള്ള PSC കുത്തഴിഞ്ഞു കിടക്കുന്നു എന്ന വാക്കല്ല ഉപയോഗിക്കേണ്ടത്. കള്ളന്മാരുടെ താവളമായി കഴിഞ്ഞ 10 വർഷം കൊണ്ട് അവിടെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും യാതൊരു തരത്തിലുള്ള പരിഗണനയും ലഭിക്കാത്തൊരു സ്ഥലമായി മാറി. പാർട്ടി സർവീസ് കമ്മീഷൻ എന്ന് ഞങ്ങൾ വെറുതെ കളിയാക്കാൻ വേണ്ടി പറയുകയല്ല, പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് ഉദ്യോഗത്തിന് വരേണ്ട ക്രൈറ്റീരിയ മാറ്റിക്കൊടുക്കുന്ന സംവിധാനം വരെ ഇന്ന് PSCക്കകത്ത് നടക്കുന്നു എന്ന് പറഞ്ഞാൽ, OMR ഷീറ്റ് ഏതെങ്കിലും ഒരു കുത്തുകേസ് പ്രതിയുടെ വീട്ടിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ പോലീസ് പരിശോധിക്കുമ്പോൾ PSCയുടെ OMR ഷീറ്റ് കിട്ടുന്ന നിലയിലേക്ക് ഈ സംസ്ഥാനത്തെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ, അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 10 വർഷം നടത്തിയിട്ടുള്ള അരാജകത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട്, യുവജനവഞ്ചന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട്, യുവാക്കളെ തെരുവിൽ നിർത്തിയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് PSCയുടെ മുന്നിൽ, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഒട്ടേറെ യുവാക്കൾ അവർക്ക് അർഹതപ്പെട്ട തൊഴിലിന് വേണ്ടി, പഠിച്ചു നേടിയ തൊഴിലിന് വേണ്ടി സമരം ചെയ്യുകയാണ്, മണ്ണ് വാരി തിന്നുകയാണ്. അവിടെയൊന്നും എന്തുകൊണ്ട് നിങ്ങളുടെ കണ്ണുടക്കുന്നില്ല? അവിടെയൊന്നും എന്തുകൊണ്ട് നിങ്ങളുടെ ഒരു ഐക്യദാർഢ്യപ്പെടൽ ഞങ്ങൾ കാണുന്നില്ല? അപ്പം നിങ്ങൾ വളരെ സ്പെസിഫിക്കായി നിങ്ങൾക്ക് ലാഭമുള്ളിടത്തേക്ക് നിങ്ങളുടെ കണ്ണുകൾ പോകുന്നുണ്ടോ എന്ന സംശയം പൊതുസമൂഹത്തിന് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ സാധിക്കും. ആ പൊതുസമൂഹത്തിൻ്റെ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത്. അല്ല, ഞങ്ങൾക്കിപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ചെളിവാരി എറിഞ്ഞെന്ന് പറഞ്ഞിട്ടോ, നിങ്ങൾ എത്രയെങ്കിലും ഗോഗോ വിളികൾ നടത്തിയെന്ന് പറഞ്ഞിട്ടോ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ പറയും, ഇന്ത്യ മഹാരാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയും സംഘപ്രസ്ഥാനങ്ങളും വളർന്നത് ഏതെങ്കിലും ഒരു മാധ്യമത്തിൻ്റെ പിന്തുണ കൊണ്ടാണോ? ഏതെങ്കിലും ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികളുടെ പിന്തുണ കൊണ്ടാണോ? ഏതെങ്കിലും ഈ തരത്തിലുള്ള ചില സോക്കോൾഡ് രാഷ്ട്രീയക്കാരുടെ പിന്തുണ? അല്ലെന്നേ. ഞങ്ങളുടെ ബേസ്മെൻറ്റ്, ഞങ്ങളുടെ അടിത്തറ കെട്ടിപ്പടുത്തിരിക്കുന്നത് ജനങ്ങളുടെ ഹൃദയത്തിലാണ്. അവരുടെ ഹൃദയത്തിൽ ഈ പ്രസ്ഥാനമുള്ളിടത്തോളം കാലം, അവരുടെ ഹൃദയത്തിൽ ഈ സംഘടനയുള്ളിടത്തോളം കാലം, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ മനസ്സറിഞ്ഞു നിൽക്കുന്ന കാലത്തോളം ഇന്ത്യയിലെ ഏതൊരു പ്രതിപക്ഷ പാർട്ടി വിചാരിച്ചാലും നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസം ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങൾക്ക് പകർന്നു തന്നതാണ്. ഇവിടെ ഇപ്പം CJP നടത്തിയ സമരം, അത് രാഹുൽ ഗാന്ധി വന്നതോടുകൂടിയാണ് അതിന്റെ വിജയത്തിലേക്ക് എത്തിച്ചത്. അതിപ്പോ ഞങ്ങൾക്ക് ക്രെഡിറ്റ് വേണ്ട എന്ന് KC വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ സമരം ഒരു പ്ലാൻഡ് ആയിരുന്നു എന്ന് കരുതുന്നുണ്ട്? അല്ല, ഇതിനകത്ത് സത്യത്തിൽ ഞങ്ങളൊക്കെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ ഒരു കോമഡി സ്ട്രക്ചറായിട്ടാണ് കാണുന്നത്. നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ചിരിയാ വരുന്നത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വിഷയം, നീറ്റ് വിഷയം നടക്കുന്ന 20 ദിവസം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വം വഹിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഇവിടെ ആയിരുന്നു. മറുപടി പറഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാൻ ബാക്കി. നിങ്ങളാദ്യം നിങ്ങളുടെ നേതാവ് എവിടെയാണ് പോയതെന്ന് പറയാൻ തയ്യാറാവുക. ഇന്നടുത്ത് ഞങ്ങളുടെ നേതാവ് ഉണ്ടായിരുന്നു, അത് നിങ്ങൾ അവിടെ എന്ത് നടത്തി എന്നുള്ള ഞങ്ങളുടെ വിഷയമല്ല. രാജ്യത്തിനെതിരായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ രാജ്യത്തിനെതിരായിട്ടുള്ള എന്തെങ്കിലും നീക്കത്തിൽ നിങ്ങളുടെ നേതാവ് പങ്കാളിയായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൽ എതിരഭിപ്രായമുള്ളൂ. അല്ലാതെ നിങ്ങളുടെ നേതാവ് വെക്കേഷൻ ആഘോഷിക്കാൻ ഇന്ന രാജ്യത്തുണ്ടായിരുന്നു പറയാൻ പറ്റുന്നുണ്ട് ഏതെങ്കിലും നേതാവിന്? KC വേണുഗോപാലിന് പറയാമോ? അത് ക്രെഡിറ്റൊക്കെ നിങ്ങൾ എടുത്തോ, ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. ഞങ്ങൾ BJP ആദ്യമായും അവസാനമായും പരിഗണിച്ചത് ഈ നാട്ടിലെ അടുത്ത തലമുറയായി വളർന്നു വരാൻ പോകുന്ന യുവാക്കളെയും വിദ്യാർത്ഥികളെയും മാത്രമാണ്. അവരോട് മാത്രമേ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുള്ളൂ, അവരുടെ മുന്നിൽ മാത്രമേ ഞങ്ങൾ കേൾക്കാനിരുന്നുള്ളൂ. അല്ലാതെ ഇവിടുത്തെ സോക്കോൾഡ് പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഈ പറയുന്ന 20 ദിവസത്തെ അജ്ഞാതവാസം കഴിഞ്ഞ് വന്നവൻ്റെ ഒന്നും പുറകിൽ പോകേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ കൃത്യമായി വളരെ ഉത്തരവാദിത്വമുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഈ നാട്ടിലെ യുവാക്കളെയും അതുപോലെ വിദ്യാർത്ഥി സമൂഹത്തെയും അഡ്രസ്സ് ചെയ്തു. അവർക്ക് പറയാനുള്ളത് ഞങ്ങൾ കേട്ടു. ഒരു ഘട്ടത്തിൽ അവരുടെ ആവശ്യം പൊളിറ്റിക്കൽ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ടും ഞങ്ങൾ അവരുടെ മുന്നിൽ ഈഗോ കാണിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ ഈ നാടിൻ്റെ സ്വത്താണ്.
നാളെ ഈ നാടിനെ 2047 ഈ നാട് വികസിത ഭാരതമാകുമ്പോൾ ആ വികസിത ഭാരതത്തിലേക്ക് ഭാരതത്തെ കൈപിടിച്ച് നടത്തിക്കൊണ്ട് പോകേണ്ട ഒരു തലമുറയാണ് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്, ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അവരെ കേൾക്കാൻ ഞങ്ങളേ ഉള്ളൂ എന്ന കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് BJP അവരുടെ സമരത്തിനോട് ആ ഘട്ടത്തിൽ ഐക്യദാർഢ്യപ്പെട്ടത്. അല്ലാതെ ഇവിടുത്തെ ഒരു പ്രതിപക്ഷ പാർട്ടിക്കും അതിനകത്ത് ഒരു റോളും ഇല്ല. ഇപ്പം ജാൻമണിക്ക് മുൻപായിട്ട് ഇതുപോലെ പ്രധാനമന്ത്രിയെ കിട്ടിയിരുന്നു കണ്ടിരുന്നുവെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടൊരു ലേഡി വരികയുണ്ടായി. പിന്നീട് ജാൻമണി വന്നു. ഇപ്പം നന്ദു തുടങ്ങി വെച്ച ഈ ഒരു പ്രതികരണം, ഒരു പ്രതിഷേധം, അതും കേരളം മൊത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ നന്ദു തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ പിന്നെയും ഒട്ടനവധി ആളുകൾ ഇങ്ങനെ വരുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ ഇങ്ങനെ തെരുവിൽ വലിച്ചിഴയ്ക്കുന്ന തരത്തിലും ആർക്കും എന്തും പറയാവുന്ന രീതിയിലിട്ട് മാറുമായിരുന്നു. എന്താണ് ഈ കേസിന്റെ ഭാവി? അല്ല, അതിനകത്ത് താങ്കൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. നന്ദു തുടങ്ങി വെച്ചതല്ല, ഒരമ്മയുടെ മകൻ തുടങ്ങി വെച്ചതാണ്. നന്ദു എന്ന വ്യക്തിക്ക് ഇവിടെ ഒരു പ്രസക്തിയുമില്ല. ഒരമ്മയെ അപമാനിക്കുമ്പോൾ അമ്മയുടെ ലാളനത്തിൽ, അമ്മയുടെ ശിക്ഷണത്തിൽ, അമ്മയുടെ ആ ഒരു അമ്മയുടെ വാത്സല്യം അറിഞ്ഞു വളർന്നു വന്ന ഏതൊരു മക്കൾക്കും ഉണ്ടാവുന്ന സ്വാഭാവികമായ പ്രതികരണമാണത്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഉണ്ടായതല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നന്ദു ഇത് തുടങ്ങി വെച്ചതൊന്നുമല്ല. നന്ദു ഒരു മകൻ എന്നുള്ള നിലയിൽ ഈ വിഷയത്തിന് മുന്നിട്ട് വന്നു. അതുപോലെ മകനും മകളുമായിട്ടുള്ള ഒട്ടേറെ പേർ ഇന്ന് മുന്നോട്ട് വരുന്നു. അവരെല്ലാവരും ഈ മൂവ്മെന്റിൽ ഒരേപോലെ പങ്കാളികളല്ല. നന്ദുവിനൊരു സ്പെഷ്യൽ കാറ്റഗറി, അവർക്കൊരു സ്പെഷ്യൽ അല്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് രാജ്യത്തിനെതിരായി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പൊതുസ്വത്താണ്. എൻ്റെയും നിങ്ങളുടെയും പ്രധാനമന്ത്രി, നിങ്ങൾക്ക് വേറെ രാഷ്ട്രീയം ഉണ്ടെങ്കിലും നിങ്ങളുടെ കൂടി പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും പ്രധാനമന്ത്രി അപമാനിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ രാഷ്ട്രത്തെ അപമാനിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് മൻമോഹൻ സിംഗിനെ വളരെ മോശമായി പാകിസ്ഥാനിലെ ഒരു പത്രപ്രവർത്തക അധിക്ഷേപിച്ചപ്പോൾ, താങ്കൾക്ക് ഓർമ്മയുണ്ടാവും, 2014 മുൻപാണ് അധിക്ഷേപിച്ചപ്പോൾ, ആ അധിക്ഷേപം കേട്ട ഉടനെ ഏറ്റവും കൂടുതൽ മൻമോഹൻ സിംഗിന്റെ സർക്കാർ, കോൺഗ്രസിന്റെ സർക്കാർ വേട്ടയാടിയ ഒരു മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹമാണ് ആദ്യം ആ വിഷയത്തിൽ പ്രതികരിച്ചത്. എൻ്റെ രാജ്യത്തെ പ്രധാനമന്ത്രിയോട് ഞങ്ങൾക്ക് നയപരമായിട്ടുള്ള എതിർപ്പുണ്ടാവും, ഇതിനകത്ത് ഞങ്ങൾ പ്രതിഷേധിക്കും അദ്ദേഹത്തിനെതിരായിട്ടുള്ള നിലപാടിൽ ഞങ്ങൾ ഇതിനകത്ത് പറയും, ഇന്ത്യക്കകത്ത് പറയും. പക്ഷെ ഒരു വിദേശ ശക്തിയും എൻ്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പറയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ഈ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണ്, എൻ്റെ കൂടി പ്രധാനമന്ത്രിയാണ് എന്ന് കോൺഗ്രസ് നേതാവായിട്ടുള്ള മൻമോഹൻ സിംഗിന് വേണ്ടിയിട്ട് ആദ്യം പ്രതികരണം നടത്തിയ നേതാവ്, കോൺഗ്രസ്സുകാർ പോലും പറയാൻ അറച്ചു നിന്ന സമയത്ത് ആദ്യമായി പ്രതികരണം നടത്തിയ ആളാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഭാരതം എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടേതുമാണ്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എൻ്റെയും നിങ്ങളുടെയുമാണ്. ആ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ അമ്മയും അപമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും അപമാനിക്കും പോലെ, എൻ്റെയും നിങ്ങളുടെയും അമ്മയെ അപമാനിക്കും പോലെയാണ്. അപ്പോൾ അമ്മയുടെ വാത്സല്യം അറിഞ്ഞവരാരും അത്തരം വാക്കുകൾ ഉപയോഗിക്കില്ല. അമ്മ എന്ന പദത്തിൻ്റെ അർത്ഥം അറിയുന്നവരാരും അത്തരത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കില്ല. അപ്പോൾ അമ്മയുടെ വാത്സല്യം അറിയാത്ത, അമ്മ എന്ന പദത്തെക്കുറിച്ച് അറിയാത്ത സംസ്കാരശൂന്യരായ ചില ആളുകൾ ഇത്തരം പദങ്ങൾ പ്രയോഗിക്കുന്നത് കൊണ്ട് ആ പദങ്ങൾ അവസാനിപ്പിക്കപ്പെടേണ്ടതാണ്. കേരളത്തിനകത്ത് ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റും അനുവദിക്കില്ല എന്നുള്ളത് കൃത്യമായിട്ടുള്ള രാജ്യസ്നേഹികളുടെ നിലപാടാണ്. ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ വേണ്ടി പോകുന്നില്ല. ഇന്നിപ്പോൾ എനിക്ക് DGPയുടെ ഓഫീസിൽ നിന്ന് സൂപ്രണ്ട് SP-യുടെ സൈബർ ക്രൈംസിൻ്റെ SP-യുടെ ഓഫീസിലേക്ക് ഈ കേസ് കൈമാറിയിട്ടുണ്ടെന്നും അവിടെ FIR ഇടുമെന്നുള്ള അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഓഫീസിലേക്ക് കൊടുത്തിട്ടുള്ള ആ പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. അതിനോടൊപ്പം തന്നെ വളരെ കൃത്യമായി ഈ കേസിന്റെ പുറകിൽ പോകും. ഒരു മാപ്പപേക്ഷ കൊണ്ടും ഇത്തരത്തിൽ രാജ്യത്തെ അപമാനിപ്പിക്കാൻ ശ്രമിച്ച ഒരാളോടും സന്ധി ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഒരമ്മയെ ചോദ്യം ചെയ്ത് അമ്മയുടെ നേരെ വിളിച്ചുകൊണ്ടുന്ന ഒരാളിനെ, അതാരായിരുന്നാലും എത്ര വലിയവനായിരുന്നാലും ഒരു മകൻ അത് കേട്ടുകൊണ്ട് വെറുതെ നിൽക്കില്ല. ഭാരതപുത്രനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ അമ്മയെ പറയുന്നത്, സ്വന്തം അമ്മയെ പറയുന്നതിന് തുല്യമാണ് എന്ന് തരുന്ന ഓരോ പ്രവർത്തകന്റെ വികാരമാണ് അതിലൂടെ പങ്കുവച്ചത്. ഈ കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനുവേണ്ടി എല്ലാവിധ പിന്തുണയും നൽകുന്നു. വളരെ നന്ദി. സന്തോഷം.